നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. PKH Ventures Limited എന്ന ഒരു കമ്പനിയുടെ IPO വിശേഷമാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതൊരു കൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് എന്നുള്ള മേഖലയും അതുകൂടാതെ തന്നെ ഹോസ്പിറ്റാലിറ്റി ആൻഡ് മാനേജ്മെൻറ്റ് സർവീസസ്, ഇങ്ങനെ ഈ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് KPH Ventures എന്ന മഹാരാഷ്ട്ര ബേസ്ഡ്, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള ഈ കമ്പനി. ഇവർ 379.13 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ പോകുന്നത്. അതിൽ 270.22 കോടി രൂപ ഫ്രഷ് ഓഹരികളും ബാക്കിയുള്ളത് ഓഫർ ഫോർ സെയിലുമായിരിക്കും. അപ്പോൾ ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ആവുന്നത് ജൂൺ 30 മുതൽ ജൂലൈ 4 വരെയാണ്. ഈ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഓക്കെ, 2000 രൂപ കൊണ്ടൊരു കമ്പനിയാണ് ഈ PKH എന്നുള്ളത്. ഇവർ പ്രധാനമായിട്ടും ലാൻഡിൻ്റെ ഡെവലപ്പിംഗ് കാര്യങ്ങളെല്ലാമാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. പിന്നെ അവരുടെ ഒരു സബ്സിഡിയറി കമ്പനിയുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ള ഗരുഡ കൺസ്ട്രക്ഷൻസ്. അവർ വഴി ആണ് ഇവരുടെ കൺസ്ട്രക്ഷൻ വർക്കുകളെല്ലാം നടക്കുന്നത്. ബോംബെയിലെ ബാന്ദ്രയിലാണ് കമ്പനിയുടെ ഓഫീസ്. നമുക്കിനി ഇവരുടെ ഇഷ്യൂവിൻ്റെ ഡീറ്റെയിൽസിലേക്ക്, കൂടുതൽ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഡൽഹി പോലീസിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, വളരെ പ്രശസ്തമായിട്ടുള്ള ആ മന്ദിരം പണിതത് PKH ആണ്. അതുകൂടാതെ ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെൻറ്റ് അമൃത്സറിൽ നടക്കുന്നുണ്ട്, പഞ്ചാബിൽ. അതുകൂടാതെ രാജസ്ഥാനിലൊരു ഫുഡ് പാർക്ക് ജലോർ എന്ന് പറയുന്ന സ്ഥലത്ത്. അതുകൂടാതെ മധ്യപ്രദേശിൽ, അതായത് ഇൻഡോറിൽ ഒരു കോൾഡ് സ്റ്റോറേജ് ഫെസിലിറ്റി വരുന്നുണ്ട് വലുത്. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെ ചിപ്ലൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വെൽനസ് സെൻറ്റർ വരുന്നു. അങ്ങനെ ഒരു 11ഓളം വലിയ പ്രോജക്റ്റുകൾ ഇപ്പോൾ അവരേറ്റെടുത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡെവലപ്പിങ്ങും കൺസ്ട്രക്ഷനും കൂടാതെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വളരെയേറെ സജീവമായിട്ടുള്ളൊരു കമ്പനിയാണ് PKH. അവരുടെ പ്രധാനപ്പെട്ട ബിസിനസ്സുകളിൽ പെടുന്നതാണ് ഈ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സ്, പിന്നെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്, സ്പാ, ഫുഡ് പ്രോഡക്ട്സിൻ്റെ സെല്ലിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗോൾഡൻ ചാരിയോട്ട് എന്നുള്ള വാഷിയിലുള്ള ന്യൂ ബോംബെ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഗോൾഡൻ ചാരിയോട്ട് എന്ന് പറഞ്ഞ വലിയ ഹോട്ടൽ. അതുകൂടാതെ ഗോൾഡൻ ചാരിയോട്ട് എന്നുള്ള ബോംബെ എയർപോർട്ടിൻ്റെ അടുത്തുള്ള ഒരു വലിയ ഹോട്ടലാണ് അത്. പിന്നെ മറ്റൊരു സംവിധാനമാണ് മുംബൈ ഹോട്ടൽസ്. 2015 മുതൽ ഉള്ള മുംബൈ ഹോട്ടൽസ്. ഇതെല്ലാം തന്നെ ഈ കമ്പനിയുടെ ഹോസ്പിറ്റാലിറ്റി സർവീസസിൻ്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങളാണ്. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് 2 വലിയ പ്രോജക്റ്റുകൾ ഇപ്പോൾ ഈ കമ്പനിയെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ഹൈഡ്രോ പവർ പ്രോജക്റ്റും പിന്നെ ഒരു നാഗ്പൂർ ഒരു വലിയ പ്രോജക്റ്റ് നാഗ്പൂരിൽ. അപ്പോൾ ഈ 2 പ്രോജക്റ്റുകൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വന്തമായിട്ട് ഒരു സബ്സിഡിയറി കമ്പനി രൂപം കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലാണ് ആ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. PKHൻ്റെ ഹോസ്പിറ്റാലിറ്റി ഇൻഡസ്ട്രിയിലെ അവരുടെ ബ്രാൻഡ് നെയിംസ് നോക്കുകയാണെങ്കിൽ ബാലാജി എന്നുള്ള പേരിലുള്ള ഹോട്ടൽസ് ഉണ്ട്. ബാലാജി മാത്രമല്ല, നേരത്തെ കണ്ട പോലെ തന്നെ ഗോൾഡൻ ചാരിയോട്ട്, അത് വലിയ ഹോട്ടലാണ്. പിന്നെ സീബ്ര ക്രോസിങ്, കാസാബ്ലാങ്ക എന്നീ പേരുകളിലും വലിയ ഹോട്ടലുകൾ കമ്പനി നടത്തുന്നുണ്ട്. അതുകൂടാതെ ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റ്സ്, അതിൽ ഹാഡീസ് ബർഗർ എന്നുള്ള പേരിൽ ആ ബ്രാൻഡിൽ നടത്തുന്നുണ്ട്. പിന്നെ മുംബൈ സൽസ എന്നുള്ള പേരിലും ബോംബെയിൽ പല സ്ഥലങ്ങളിലും കമ്പനിക്ക് ക്വിക്ക് സർവീസ് റെസ്റ്റോറൻറ്റുകളും ഉണ്ട്. ഈ ചിത്രത്തിൽ കാണുന്ന പ്രവീൺ കുമാർ അഗർവാൾ ആണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. അദ്ദേഹമാണ് ഇതിൻ്റെ പ്രൊമോട്ടർ. അദ്ദേഹത്തിൻ്റെ കൈവശമാണ് 100% ഓഹരികളും ഈ ഇഷ്യൂവിന് തൊട്ട് മുമ്പ്. ഇഷ്യൂ കഴിയുമ്പോൾ 68.84% മാറും. അതിൽ ഒരു 1.8 crores ഓഹരികളാണ് ഫ്രഷായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. കൂടാതെ ഒരു 73 ലക്ഷം ഓഹരികൾ ഈ പ്രവീൺ കുമാർ സ്വന്തം ഓഹരികൾ ഈ അവസരത്തിൽ മാർക്കറ്റിൽ വിൽക്കുന്നുമുണ്ട്, ഓഫർ ഫോർ സെയിലായിട്ട്. അത് രണ്ടും കൂടി ചേരുമ്പോൾ ഏകദേശം 31.16% ഓഹരികളാണ് ഇപ്പോൾ പുതുതായിട്ട് മാർക്കറ്റിലേക്ക് വരുന്നത്. ഫ്രഷ് ഓഹരികളുടെ വിൽപ്പന വഴി ലഭിക്കുന്ന 270.22 കോടി രൂപ ഇവർ വിനിയോഗിക്കുന്നത് പ്രധാനമായിട്ടും അവരുടെ ഒരു സബ്സിഡിയറി ആയിട്ടുള്ള ഹലൈപ്പാനി ഹൈഡ്രോ പ്രോജക്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു കമ്പനിയുണ്ട്. അവർ ഈ ഹൈഡ്രോ പവർ പ്രോജക്റ്റുകളാണ് പ്രധാനമായിട്ട് ഈ സിവിൽ കൺസ്ട്രക്ഷനും ഇലക്ട്രോ മെക്കാനിക്കൽ വർക്കുകളും ഒക്കെ നടത്തുന്ന കമ്പനിയാണ്. അതിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അതിൽ പ്രധാനമായിട്ടും ഈ പണം ഉപയോഗിക്കുന്നത്. അതുകൂടാതെ കമ്പനിയുടെ പ്രധാനപ്പെട്ട മറ്റൊരു സബ്സിഡിയറി ആയിട്ടുള്ള ഗരുഡ കൺസ്ട്രക്ഷൻസിൻ്റെ
ലോങ് ടേമിലേക്കുള്ള വർക്കിംഗ് ക്യാപിറ്റലിന് വേണ്ടിയിട്ടും ഈ ഫണ്ടിൽ നിന്നൊരു തുക എടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചില അക്വിസിഷൻസ് നടത്തുന്നതിനും അതുവഴി കമ്പനി ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ഫണ്ട് വിനിയോഗിക്കും. കൂടാതെ സാധാരണ നിലയിൽ പറയാറുള്ള ജനറൽ ആയിട്ടുള്ള കോർപ്പറേറ്റ് എക്സ്പെൻസസ് മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ആണ് ഈ ഫണ്ട് ഉപയോഗിക്കുന്നതെന്ന് അവരുടെ പ്രോസ്പെക്ടസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി കമ്പനിയുടെ ഫിനാൻഷ്യൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. 2020 റവന്യൂ 165.89 കോടി രൂപയാണെങ്കിൽ അറ്റാദായം ആ വർഷം 14.09 കോടി രൂപയായിരുന്നു. അത് അടുത്ത വർഷം ആയപ്പോഴത്തേക്ക് റവന്യൂ 241.51 കോടി രൂപയായിട്ട് ഉയർന്നു. അതോടൊപ്പം തന്നെ അറ്റാദായത്തിലും നല്ല വർധനവ്, ഇരട്ടിയോളം വർധനവ് 30.57 കോടി രൂപയായിട്ട് അതും വളർന്നിട്ടുണ്ട്. ഇനി 2022 കാര്യം നോക്കുകയാണെങ്കിൽ ഇവിടെ റവന്യൂവിൽ ഒരു ചെറിയ കുറവ് കാണുന്നുണ്ട്. 199.35 കോടി രൂപയാണ് ഇവിടെ റവന്യൂ കാണുന്നത്. പക്ഷേ അറ്റാദായം നല്ല വർധനവ് കാണുന്നുണ്ട്. 40.52 കോടി രൂപയാണ് അവിടെ അറ്റാദായത്തിൽ കാണുന്നത്. പിന്നെ 9 മാസത്തെ കണക്ക് ഏറ്റവും പുതിയ 2023 നോക്കുകയാണെങ്കിൽ 9 മാസത്തെ തന്നെ 125.46 കോടി രൂപയാണ് റവന്യൂവിൽ കാണുന്നത്. അതുപോലെ തന്നെ 28.64 കോടി രൂപയാണ് അതിൻ്റെ നെറ്റ് ഇൻകമായിട്ടും ഇത്രയും മാസങ്ങളിലെ കണക്കായിട്ട് കാണുന്നത്. അതുപോലെ തന്നെ ഇതിന് മാർജിൻ പെർസെൻറ്റേജ് നല്ല രീതിയിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ കമ്പനിയുടെ ഫിനാൻഷ്യൽ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച ഒരു പെർഫോമൻസ് ആണ് PKH നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി കമ്പനിയുടെ വാല്യുവേഷൻസ് ഏറ്റവും പുതിയ നോക്കുകയാണ്. റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് 15%. അത് അത്ര വലിയ ഉയർന്നൊന്നും അല്ലെങ്കിൽ തന്നെയും വലിയ കുഴപ്പമില്ലാത്തൊരു ഫിഗറാണ്. EPS 6.33 രൂപയാണ്. അതുപോലെ തന്നെ റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് 12.38%, ബുക്ക് വാല്യൂ പെർ ഷെയർ 51.16 ആണ് കാണിക്കുന്നത്. ഇനി കമ്പനിയുടെ രജിസ്ട്രാർ ലിങ്ക്ഡ് ടൈം ഇന്ത്യയാണ്. പിന്നെ ലീഡ് മാനേജർ നോക്കുകയാണെങ്കിൽ IDBI ക്യാപിറ്റൽ മാർക്കറ്റുമാണ് നമുക്ക് പറയാവുന്നത്. ഇനി നമുക്ക് ഈ PKH വെഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് ഒറ്റനോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂൺ 30 മുതൽ ജൂലൈ 4 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഇതിൻ്റെ അപ്പർ ബാൻഡ് 148 രൂപയാണ്. 140 മുതൽ 148 രൂപ വരെ 270.22 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളാണ്. അതായത് 1.82 കോടി ഓഹരികളാണ് ഫ്രഷായിട്ട് കമ്പനി പുറത്തു വിടുന്നത്. അതുപോലെ തന്നെ ഓഫർ ഫോർ സെയിലായിട്ട് ഇതിൻ്റെ പ്രൊമോട്ടർ 109.13 കോടി രൂപയ്ക്കുള്ള ഓഹരികളും അദ്ദേഹവും ഇതുവഴി വിൽക്കുന്നുണ്ട്. 73 ലക്ഷത്തിൽ അധികം വരുന്ന ഓഹരികളാണ്. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 379.35 കോടി രൂപയ്ക്കുള്ള ഓഹരികളാണ് ഇപ്പോൾ ഈ ഇഷ്യൂ വഴി നടക്കുന്നത്. ഇതിൽ മിനിമം അപ്ലൈ ചെയ്യേണ്ട റീറ്റെയിലേഴ്സിന് 100 ഓഹരികളാണ് മിനിമം വാങ്ങേണ്ടത്. അതിൻ്റെ ഗുണിതങ്ങളായിട്ട് പിന്നീട് 2 ലക്ഷം രൂപ വരെ വാങ്ങാവുന്നതാണ്. 5 രൂപയാണ് ഇതിൻ്റെ ഫേസ് വാല്യൂ. ഒരു ഓഹരിക്ക് 5 രൂപ. 35% ഓഹരികൾ റീറ്റെയിലേഴ്സിന് നൽകുന്നുണ്ട്, 15% HNIസിനും, ബാക്കി ഉള്ളത് 50% ഇൻസ്റ്റിറ്റ്യൂഷൻസിനുമാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ഇത് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 7-ാം തീയതിയാണ് ഇതിൻ്റെ അലോട്ട്മെൻറ്റ് വരുന്നത്. ജൂലൈ 7-ന്. റീഫണ്ട് 10-ാം തീയതി നമുക്ക് പ്രതീക്ഷിക്കാം. 11-ാം തീയതി നമ്മളുടെ അക്കൗണ്ടിലേക്ക്, ജൂലൈ 11-ാം തീയതി ഓഹരി കിട്ടിയവരുടെ അക്കൗണ്ടിലേക്ക് ഓഹരികൾ വരുന്നതാണ്. അതുപോലെ തന്നെ 12-ാം തീയതി, ജൂലൈ 12-ാം തീയതിയാണ് ഈ ഇഷ്യൂ ലിസ്റ്റ് ചെയ്യുന്നത്. ഇനി വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണല്ലോ നിങ്ങൾക്ക് പ്രത്യേകിച്ച് അറിയേണ്ടത്. ഇത് വളരെ വൈവിധ്യപൂർണ്ണമായിട്ടുള്ള ഒരു സെക്ടറിൽപ്പെടുന്ന കമ്പനിയാണ്. അതായത് കൺസ്ട്രക്ഷനും ഡെവലപ്മെൻറ്റും കൂടാതെ തന്നെ ഹോസ്പിറ്റാലിറ്റി ബിസിനസ്സും മാനേജ്മെൻറ്റ് സർവീസസും എല്ലാം കൂടി ചേർന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ലാഭത്തിൽ പോയിട്ടുള്ള ഒരു കമ്പനിയുമാണ്. നിങ്ങൾക്ക് കൂടുതൽ താല്പര്യപൂർവ്വം വളരെ വിശേഷമായിട്ട് തന്നെ നോക്കേണ്ട ഒരു കമ്പനിയാണ്. ലോങ് ടേം പെർസ്പെക്റ്റീവിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യാതൊരു തെറ്റുമുണ്ടെന്ന് തോന്നുന്നില്ല. PKH Ventures Limited എന്നുള്ള കമ്പനിയുടെ IPO വിശേഷങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കമൻറ്റുകളും അറിയിക്കാനായിട്ട് മടിക്കരുത്. പിന്നെ എല്ലാ രീതിയിലും നിങ്ങൾ ഈ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.